ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മാക്സിയിൽ എങ്ങനെയാണ് സിബ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതും എംബ്രോയ്ഡറിയൊക്കെ വരുന്ന നൈറ്റിയിലാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ നമ്മൾ നൈറ്റീൻ്റെ ആ ഒരു നെക്കും പിന്നെ ബാക്ക് നെക്ക് പിന്നെ സിബ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ലെങ്ത്ത് ലേശം കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പിന്നെന്താ പറയുക ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മളെ ക്യാൻവാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു 2-3 ഇഞ്ചോ നീളത്തിലൊന്നിങ്ങനെ 2-3 ഇഞ്ചോ വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സിബിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ 5.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എംബ്രോയ്ഡറി നെക്കിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ നേരാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അതും രണ്ടും കൂടി സെയിം ആയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മളത് നമ്മൾ ഈ എടുക്കുന്ന ക്യാൻവാസിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് അവിടുന്ന് താഴോട്ട് നല്ല നീളത്തിലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മളെ മെഷീൻ്റെ ഒരു ഫുട്ടിൻ്റെ ജസ്റ്റ് നമ്മൾ ആ ഒരു ഫുട്ട് വരുന്നുണ്ടല്ലോ അത്രയും ഗ്യാപ്പിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് എൻഡിങ് പോയിൻറ്റിലെത്തിയിട്ട് നീട്ടിലൊന്ന് കുത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഒന്ന് തിരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ പിന്നെ മേലേക്കും ആ ഒരു ലൈന് കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരുപാട് അളവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ആയിപ്പോട്ടോ. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് അളവാകുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാവും എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വല്ലാതെ അളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ ഒരു ക്യാൻവാസ് നെക്കിൻ്റെ മേലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിൻ്റെ മേലെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അധികമായി പോവരുത്. പിന്നെ നമ്മൾ ആ ഒരു എൻഡിങ് പോയിൻറ്റിൽ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ഈ ഒരു ക്ലോത്ത് മറിച്ചിടുമ്പോൾ പിന്നെ നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ എഡ്ജിങ് പോയിൻറ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്കിത് പിന്നെ ഈ ഒരു ക്യാൻവാസ് അപ്പുറത്തേക്ക് നല്ല എന്താ പറയുക ഈസി ആയിട്ട് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ ഇപ്പോൾ തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ പിന്നെ ആ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നൈറ്റീൻ്റെ ചീത്ത ഭാഗത്തേക്ക് ഇതൊന്ന് ചീത്ത ഭാഗത്തേക്ക് ഈ ഒരു ക്യാൻവാസ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കുറച്ച് നേരം ഒന്ന് എടുത്ത് ചെയ്താൽ മതി കേട്ടോ, ഒരു 3-4 മിനിറ്റ്. അപ്പോൾ നല്ല നീറ്റിൽ നമുക്കായി കിട്ടും. മറ്റേത് ആ ഒരു ക്യാൻവാസിൻ്റെ വൈറ്റ് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് തള്ളി കിടക്കൊന്നുമില്ല. അപ്പോൾ നല്ല ക്ഷമയോടുകൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൻ്റെ മേലൊരു ചെറിയൊരു കവറിങ്ങും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ആ ഒരു ക്യാൻവാസിൻ്റെ വൈറ്റ് ഭാഗം കണ്ടെന്ന് വിചാരിച്ച് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായാലും പ്രശ്നമില്ല. നമ്മൾ പുറത്തൊരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു നീറ്റിലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നീറ്റിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നും. അതിപ്പം പ്രത്യേകിച്ച് നൈറ്റീൻ്റെ നെക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്നിട്ട് നമ്മൾ ഈ ഒരു പിന്നെ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ആ സിബ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിബ് തുറന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു ക്ലോസ് ആയിട്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു വി ഷേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ എൻഡിങ് പോയിൻ്റ് ആക്കി നിർത്തിയിട്ട് നീട്ടിൽ കുത്തി ഇറക്കിയിട്ട് പിന്നെയാണ് നമ്മൾ പിന്നെ ഇത് തിരിച്ച് പിന്നെ നീട്ടിൽ അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ മെല്ലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകണമെന്നില്ല. എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ മേലെ ഭാഗം വരെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു മേലെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ അവിടെ ഒരു ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം കണ്ടോ നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ ചെറിയൊരു ഭാഗം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല. നമ്മളിത് കവറിങ് വെക്കാനുള്ളതാണല്ലോ. കവറിങ് ഒന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളത് ഒരു 7.5 ഇഞ്ച് നീളത്തിലുള്ള പിന്നെ 7 ഇഞ്ച് നീളം 2 ഇഞ്ച് വീതിയുള്ള ഒരു തുണി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ആ ഒരു ഫസ്റ്റത്തെ മേലത്തെ ഭാഗം ഒരു 2-3 ഫോൾഡാക്കി ഒന്ന് എടുക്കാം.
എന്നിട്ട് അത് നമ്മൾ രണ്ടായി മടക്കിയിട്ട് ഈ ഒരു സിബിൻ്റെ അതേ പോയിന്റിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ താഴെ വരെ അടിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് താഴെ എത്താനാകുമ്പോൾ നമ്മൾ എന്താക്കുക, ആ ഒരു താഴത്തെ ആ ഒരു എൻഡിങ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മടക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് ലോക്കിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് നമ്മളൊന്ന് ആ ഒരു നൂലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ഇതിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അങ്ങനെ ഇതിപ്പം കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ എന്തായാലും ഒരു നൈറ്റി ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു നൈറ്റി ഒന്ന് എടുത്ത് നോക്കി നോക്കുക, ഈ സിപ്പിൻ്റെ ഭാഗത്ത് കവറിങ് ഉള്ള ഭാഗം വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് നമുക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും പറഞ്ഞു തരുന്നത് ആ ഒരു മൈൻഡിൽ ഉണ്ടാവുകയും ചെയ്യും, കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ എപ്പോഴും ഒരു നൈറ്റി എന്താണോ സ്റ്റിച്ച് ചെയ്യുന്നത് അത് നമ്മൾ തൊട്ടടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് മേലോട്ടേക്ക് അടിച്ചെടുത്തിട്ട് അവിടെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാക്സി നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തെടുക്കുമ്പം ലോക്കിട്ട് കൊടുക്കുക, കാരണം ആ ഒരു സിബിൻ്റെ ഭാഗം വേഗം തുന്നി വിട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിക്ക് സിബൊക്കെ അറ്റാച്ച് ചെയ്ത് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആ ഒരു മേലെ ഭാഗത്ത് നമുക്കൊരു ഊക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഉണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.